കാറ്റഗറി 1ഉം 2ഉം 3ഉം 4 ഒക്കെ ഉണ്ട്. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ് ഒക്കെ ഉള്ള കാര്യമാണ്. നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? വെയിറ്റ് ചെയ്യണോ? ഓക്കെ, കാറ്റഗറി 2 ഇംഗ്ലീഷ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഉറപ്പായിട്ട് സുധീഷ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മള് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെയാണ് പഠിക്കുക അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എല്ലാം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ആവും. ആദ്യ ക്വസ്റ്റ്യൻ എല്ലാവർക്കും സിമ്പിൾ ആയിരിക്കും, എന്നാലും കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്നൊന്ന് ആൻസർ പിടിച്ചു വെക്കോ കേട്ടോ. ഓക്കെ, ആദ്യ ചോദ്യം ഇത് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിന്റെ ഒക്കെ നമ്മുടെ LPU ലോങ് ബാച്ചിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ്. ഓക്കെ, നമ്മൾ ആദ്യ ചോദ്യം നോക്കിയ മക്കളെ, എന്താ അവിടെ തന്നിരിക്കുന്നത്? ഹീസ് എൽഡർ അല്ലെ? ഹീസ് എൽഡർ ഡാഷ് മീ. ഇവിടെ ദാൻ ഉണ്ട്, ടു ഉണ്ട്, ഇൻ ഉണ്ട്, ഓൺ ഉണ്ട്. ഏതായിരിക്കും അവിടെ ആൻസർ? എല്ലാവർക്കും ആൻസർ കിട്ടുന്നോ നോക്കിയോ? എല്ലാവരും കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ ആൻസർ ദാന്, ടു, ഇന്ന്, ഓൺ അല്ലെ? കമന്റ് ചെയ്യണം നിർബന്ധമായിട്ട്, എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് വരട്ടെ. ഓക്കെ, കമന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാരും എ എന്ന് പറഞ്ഞു. എ എന്നാണ് ആൻസർ എന്ന് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളില് നമുക്ക് ഒരു എക്സാം ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ മച്ചം ഇവിടെ ഈസ് വന്നാൽ കുഴപ്പമില്ല, പക്ഷെ എന്താ വായിക്കാൻ ഒരു സുഖമില്ല അല്ലെ? അപ്പൊ നമുക്ക് ഹീസ് എൽഡർ ഓൺ അത് മേലെയാണ്, അങ്ങനെ വന്നാൽ ശരിയാവും. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് അവിടെ വായിക്കാൻ ഒരു സുഖം ഇല്ലെങ്കിൽ അത് വേണ്ട, ചിലപ്പോ അതായിരിക്കും ആൻസർ അല്ലെ? അപ്പൊ ചിലപ്പോ ഇന്ന് ഈസ് എൽഡർ ഇന്നൊക്കെ വരുവോ? നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ലേ? ചിന്തിക്കാറുണ്ടോ? ഇത് വായിക്കാൻ നമുക്കൊരു ഈസ് എൽഡർ ദാൻ അതായിരിക്കും അവിടെ കറക്റ്റ്. അങ്ങനെ നമ്മൾ പരീക്ഷ എഴുതി അനുഭവക്കുണ്ട്. ഞാനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. അത് വായിക്കണ മെത്തേഡ് നമുക്ക് വായിൽ അങ്ങനെ ഉഴങ്ങി വരികയാണെങ്കിൽ അതായിരിക്കും അവിടെ ആൻസർ. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയേ. സത്യമായിട്ട് ഞാനൊക്കെ അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ഇംഗ്ലീഷ് ആൻസർ ചെയ്യുക. വായിക്കാൻ സുഖമുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് വരും. എസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ എല്ലാരും അവിടെ ആൻസർ കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാരും കമന്റ് ഹീസ് എൽഡർ. അപ്പൊ എല്ലാരും ഓപ്ഷൻ അവിടെ തന്നു കഴിഞ്ഞു. ഹീസ് എൽഡർ അല്ലെ? ഹീസ് എൽഡർ എന്താണ് ഓപ്ഷൻ എ എന്നാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എ എന്ന് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി? എൽഡർ ദാൻ ആണ് അവിടെ. നമുക്ക് വായിക്കാൻ ഒരു നമ്മുടെ നാക്കിന് വഴങ്ങുന്ന കാര്യം അത് അവിടെ പൊട്ട തെറ്റാണ്. ക്ലിയർ ആണോ? പൊട്ട തെറ്റാണ്. നമ്മളുടെ ആൻസർ എൽഡർ 2 ആണ്. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്? നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളില് എങ്ങനെ പഠിക്കും? നമുക്ക് വായിക്കോ വഴങ്ങുന്ന കാര്യമാണ് അവിടെ ആൻസർ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. എടാ മക്കളെ, അതായത് അവൻ എന്നേക്കാൾ മൂത്തതാണ് എന്നാണ് ഇവിടെ അർത്ഥം അല്ലെ? അവൻ എന്നേക്കാൾ മൂത്തതാണ്. അതായത് ഒരു കാര്യം മനസ്സിലാക്കിയോ? ഇവിടെ ഗ്രാമർ ഒന്നുമില്ല. എൽഡർ എന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ ഓൺലി 2 ആണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ എഴുതി വെച്ചോ. ഇതന്നെയായിരിക്കും, വേറെ ഒന്നും ചിന്തിക്കണ്ട. എൽഡർ എന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ 2 ആണ്. എന്നാൽ ഓൾഡറിന് ശേഷം മാത്രമാണ് ദാൻ വരിക. ഓൾഡറിന് ശേഷം മാത്രമാണ് ദാൻ വരിക. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ എൽഡർ എന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ 2 ആണ്. ഓൾഡറിന് ശേഷം മാത്രമാണ് ദാൻ വരിക. ഇന്നത്തെ ക്ലാസ് ഒരു കാരണവശാൽ മിസ് ചെയ്യരുത്. കാരണം ഇനിയുള്ള ഇംഗ്ലീഷ് ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും. പരീക്ഷയ്ക്ക് 20 മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ 19 അല്ലെങ്കിൽ 18 മാർക്ക് ബൈഹാർട്ട് സെക്ഷൻ ഒഴിച്ച് ബാക്കി ഗ്രാമർ തരുന്ന കാര്യം അവിടെ ഞാൻ ഏറ്റു. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? ഇനി തെറ്റിക്കോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറയാം? എൽഡർ 2, സീനിയർ 2, ജൂനിയർ 2. അതായത് അവസാനം OR വരുന്ന വാക്കുകൾ
സീനിയർ, ജൂനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ തുടങ്ങിയ വാക്കിന്റെ അവസാനമൊക്കെ എന്താണ്? സുപ്പീരിയർ. ഇതൊക്കെ എന്താണ്? OR ആണല്ലോ. ഇത്തരം വാക്കുകൾക്ക് ശേഷം എപ്പോഴും എന്ത് ചേർക്കണം? ടു എന്നേ ചേർക്കാൻ പാടുള്ളൂ. മനസ്സിലായ? അപ്പോ OR വരുന്ന വാക്കുകൾക്ക് ശേഷം എപ്പോഴും എന്ത് ചേർക്കണം? എന്താണ് ചേർക്കേണ്ടത്? ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താണ്? ടു മാത്രമാണ് ചേർക്കുന്നത്. ഓക്കെ, ടിപ്സ് പറഞ്ഞുതരാം. എൽഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബാംഗങ്ങൾ. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടത് ടു ആണ്. ഓൾഡർ ആണെങ്കിൽ ഓൾഡർ, ഫാമിലി, അതെന്താണ്? കുടുംബാംഗങ്ങൾ പറഞ്ഞു അല്ലെ? ഓൾഡർ ആണെങ്കിൽ സുഹൃത്തുക്കൾ, വസ്തുക്കളൊക്കെ എന്തായിരിക്കും? ദാൻ ആയിരിക്കും. സുഹൃത്തുക്കൾ, വസ്തുക്കളൊക്കെ എന്തായിരിക്കും? ദാൻ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ വിശേഷിപ്പിക്കാൻ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ വിശേഷിപ്പിക്കാൻ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ വിശേഷിപ്പിക്കാൻ എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ്. മനസ്സിലായോ? ഒരു കുടുംബത്തെ അംഗങ്ങളെ വിശേഷിപ്പിക്കാൻ എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ്. വ്യത്യസ്ത കുടുംബങ്ങളെ അംഗങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങളെ അംഗങ്ങളൊക്കെ ആണെങ്കിൽ ഓൾഡർ, ഓൾഡസ്റ്റ്. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് എൽഡർ വന്നത്? ഹീസ് എൽഡർ ടു മീ. സുപ്പീരിയർ, ഇൻഫീരിയർ, ജൂനിയർ ഒക്കെ എന്താണ്? ടു. ഓൾഡർ ആണെങ്കിൽ ദാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് 10 ക്വസ്റ്റ്യൻ തരട്ടെ. വേഗം വേഗം ആൻസർ ചെയ്യോ. ഇതെന്താ ഒരു ഉഷാറില്ലാത്ത? അപ്പൊ ഇംഗ്ലീഷിൽ മാർക്ക് വേണ്ട. ഇംഗ്ലീഷ് ഒക്കെ റാങ്ക് മേക്കിംഗ് ആയിരുന്നു കേട്ടോ. റിപ്ലൈ എനിക്ക് മനസ്സിലായാൽ മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ 50 പേരുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറയും. ഒരു 10 എക്സാമ്പിൾ തരാം കേട്ടോ. വേഗം 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 ആൻസർ ചെയ്യാം. ഐ ഹാവ് ഡാഷ് ആൻഡ് ഡാഷ് സിസ്റ്റർ. ഐ ഹാവ് ആൻഡ് ഡാഷ് സിസ്റ്റർ. എന്താണ് വരിക? എൽഡർ ആണോ എൽഡസ്റ്റ് ആണോ? ഓൾഡർ ആണോ എൽഡർ ആണോ? വേഗം പറ, വേഗം പറ. ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ആണെങ്കിൽ എൽഡർ, എൽഡസ്റ്റ്. വ്യത്യസ്ത കുടുംബത്തിലെ അംഗങ്ങളെ ആണെങ്കിൽ ഓൾഡർ, ഓൾഡസ്റ്റ്. ഓൾഡർ ടു, ഓൾഡർ ദാൻ. കിട്ടിയ ആൻസർ എന്താണ്? ഒന്നാമത്തെ ആൻസർ എന്താണ്? എൽഡർ അല്ലെ? ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. ദേവിക ഈസ് ഡാഷ് ദാൻ മാളു ബൈ 2 years. ദേവിക ഈസ് ഡാഷ് ദാൻ മാളു ബൈ 2 years. ഏതാ വരിക? ഓൾഡർ, എൽഡർ. രണ്ടാമത്തെ എന്താണ്? ദേവിക ഈസ് ഡാഷ് ദാൻ മാളു. ദെൻ വെരി ഗുഡ്, ഓൾഡർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. 10 ചെയ്താൽ നിങ്ങൾ സെറ്റ് ആവും കേട്ടോ. ദെൻ ഹി ഡാഷ് ബ്രദർ ഈസ് ഇൻ ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അടുത്തത് സി, ഓപ്ഷൻ സി എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ സി എന്താ ആൻസർ വരിക? ഹി ഡാഷ് ബ്രദർ ഈസ് ഇൻ ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഏതാ ആൻസർ വരിക? ഓൾഡർ ആണോ എൽഡർ ആണോ? എൽഡർ അല്ലെ? Then he is the dash of the 2 brothers. He is the dash of the 2 brothers. അപ്പൊ അവിടെ എന്ത് വരാം? എൽഡർ. മനസ്സിലായോ? അപ്പൊ എൽഡർ, എൽഡസ്റ്റ് എന്ന വ്യക്തിയോടൊപ്പം വ്യക്തികളോടൊപ്പം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് എൽഡറും എൽഡസ്റ്റും ഉപയോഗിക്കുക. മനസ്സിലായോ? ഓൾഡറും ഓൾഡസ്റ്റ് ആണെങ്കിലോ വ്യക്തിയോടൊപ്പം അല്ല ജീവികളോടൊപ്പം അതുപോലെ വസ്തു ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ഉപയോഗിക്കും? ഓൾഡർ അല്ലെങ്കിൽ ഓൾഡസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. മിസ്റ്റർ മധു ഈസ് ദ ഡാഷ് ടീച്ചർ ഇൻ ദ സ്കൂൾ. എന്താ പറയാ? മിസ്റ്റർ മധു ഈസ് ദ ഡാഷ് ടീച്ചർ. എന്ത് ടീച്ചറാണ്? കമന്റി. എൽഡർ ആണോ ഓൾഡസ്റ്റ് ആണോ? മിസ്റ്റർ മധു ഈസ് എ ഡാഷ് ടീച്ചർ. ഓൾഡസ്റ്റ് ടീച്ചർ.
Then the dash church in the town is near the railway station. The dash church in the town is near the railway station. എന്താ പറയാ അവിടെ? വെരി ഗുഡ്, ഓൾഡസ്റ്റ്. ഇപ്പൊ നിങ്ങൾ സെറ്റ് ആയില്ലേ? സെറ്റ് ആവുന്നുണ്ട്, എനിക്ക് അറിയുന്നുണ്ട്. Then അടുത്ത ചോദ്യം, that is Hari, the minister's dash son. That is Hari. എന്താ പറയാ? That is Hari, the minister's dash son. Eldest son അല്ലെ? എന്താണ്? Eldest son. അവിടെ അർത്ഥം മനസ്സിലാക്കുക. Then he is the dash member of the standing committee. He is the dash member. എന്താ പറയാ? ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ, എന്താ ആൻസർ പറയാ? എന്താ പറയാ? ഓൾഡസ്റ്റ്. എന്താണ്? ഓൾഡസ്റ്റ്. Then last question, Lakshmi is the dash of my uncle's 3 daughters. Lakshmi is the dash of my uncle's 3 daughters. എന്താ പറയാ? എൽഡസ്റ്റ്. അപ്പൊ എല്ലാം ശരിയായവര് ആരൊക്കെയുണ്ട്? എല്ലാം ശരിയായവര്, ഞാൻ തന്ന 10 ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടിയവര് ലക്ഷ്മി is the dash of my uncle's 3 daughters. എൽഡസ്റ്റ്. മുഴുവൻ മാർക്ക് 10-ല് 10. വെരി ഗുഡ്, വെരി ഗുഡ്. സുധീഷ്, രാജശ്രീ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ എങ്ങനെയാണ് എൽഡറും ഓൾഡസ്റ്റും? ഇപ്പൊ ടെക്നിക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ 2 ഉപയോഗിച്ചത്, ഡാൻ ഉപയോഗിക്കാത്തത്? മനസ്സിലായില്ലേ? ഇനി തെറ്റിക്കോ? തെറ്റിച്ച ചോദ്യം 5 ടൈംസ് എഴുതുക കേട്ടോ. ഈ മെത്തേഡ് മതിയോ? ഈ മെത്തേഡ് മതിയോ? കമന്റ് നോക്കുന്നുണ്ട്. ഈ മെത്തേഡ് മതിയോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? ഹി ഈസ് എൽഡർ ടു മീ. അവൻ എന്നെക്കാളും മൂത്തതാണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചോ, ഇനി ഒരിക്കലും പരീക്ഷയ്ക്ക് നമ്മൾ തെറ്റിക്കൂല കേട്ടോ. Then 10th പ്രിലിംസിന്റെ എക്സാം ബാച്ച് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. 50 മോഡൽ എക്സാമും +5 ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. 199 രൂപയ്ക്കാണ് 100 മാർക്കിന്റെ 50 മോഡൽ എക്സാം ആണ് തരുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ അഡ്മിഷന് വേണ്ടി വിളിക്കുക. ഞാൻ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങേണ്ട പൈസയേ ഉള്ളൂ, പക്ഷെ 50 മോഡൽ എക്സാം ഉണ്ടാവും. നമ്മൾ തന്നെയാ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് സിലബസ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സും മാത്സും GK ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തോളൂ. 100 പേർക്കുള്ള ഒരൊറ്റ ബാച്ച് മാത്രമാണ് തരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എവറസ്റ്റ് ഈസ് ദ ഡാഷ് പീക്ക് ഇൻ ദ വേൾഡ്. എവറസ്റ്റ് ഈസ് ദ ഡാഷ് പീക്ക് ഇൻ ദ വേൾഡ്. എവറസ്റ്റ് ഈസ് ദ ഡാഷ് പീക്ക് ഇൻ ദ വേൾഡ്. വേഗം ആൻസർ ചെയ്തേ. എന്താ അവിടെ ആൻസർ ആയിട്ട് വരിക? വേഗം ആൻസർ. ഞാൻ പറഞ്ഞുതരാം, ടെക്നിക്ക് പറഞ്ഞുതരാം. വേഗം ആൻസർ ചെയ്യും. എല്ലാവർക്കും അറിയാം അല്ലെ? ഹൈ, ഹയർ, ഹയസ്റ്റ്, നൺ ഓഫ് ദ എബവ്. എല്ലാരും പറഞ്ഞു. അതായത് ഹയസ്റ്റ് എന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെയാണ് ആൻസർ വരിക? ആൻസർ എവറസ്റ്റ്. നമുക്ക് നോർമലായി നമുക്ക് വായിക്കേണ്ട കാര്യം ആയതുകൊണ്ട് ഹയസ്റ്റ്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് സാധാരണ ഉയരമാണെങ്കിൽ നമ്മൾ ഹൈ എന്ന് പറയും. മനസ്സിലായോ? സാധാരണ ഒരു ഉയരം. രണ്ട് പേരെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ, രണ്ടെണ്ണത്തിനെ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് പറയണം? ഹയർ എന്ന് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ലത് അല്ലെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് ഹയസ്റ്റ്. മനസ്സിലായോ? അപ്പൊ 2 പേരെയാണെങ്കിൽ ഹയർ മാത്രം ഉപയോഗിക്കുന്നു. നോർമൽ ആയിട്ട് സാധാരണമാണെങ്കിൽ ഹൈ, ഉള്ളതിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ്. ഈ 3 കാര്യം അവിടെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ എപ്പോഴും നമുക്കറിയാം ദ എന്ന് ഉപയോഗിക്കണം. മനസ്സിലായോ? ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വസ്തുവിനെയോ മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് നമുക്കറിയാം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ് ഒക്കെ പറയാ അല്ലെ? ഒന്നും അവിടെ നോക്കണ്ട. അതിൽ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നൊക്കെ പറയും. ജസ്റ്റ് വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ എന്ത് മാത്രം മനസ്സിലാക്കിയാൽ മതി? ഒരു 2ൽ കൂടുതൽ വ്യക്തികളെയോ
വസ്തുക്കളെയോ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുക കേട്ടോ. അത് മാത്രം ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് നമുക്ക് പറഞ്ഞ കാര്യം എന്ത് പറഞ്ഞു? ഹൈ, ഹയർ, ഹയസ്റ്റ്. അപ്പൊ സാധാരണ ദ ടോളസ്റ്റ്, ദ ഹയസ്റ്റ് അങ്ങനെ പറയാറുള്ളൂ. അപ്പൊ സാധാരണ ഉയരമാണെങ്കിൽ എന്ത് ചെയ്യും? ഹൈ എന്ന് ഉപയോഗിക്കുക. രണ്ടുപേരെ തമ്മിലാണെങ്കിൽ ഹയർ ഉപയോഗിക്കുക. ഏറ്റവും വലുത് ഉള്ളതിൽ വെച്ചാണെങ്കിൽ ഹയസ്റ്റ്. അതുകൊണ്ടാണ് അവിടെ ഹയസ്റ്റ്. എവറസ്റ്റ് എന്താണ്? എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക്. ഉള്ളതിൽ ഏറ്റവും വലുത് പറയാ, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലുത് എന്ന ഉദ്ദേശത്തിലാണ് അവിടെ ഹയസ്റ്റ് എന്ന് വന്നത്. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണോ? സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ എന്ത് ചേർക്കണം? ദ ചേർക്കണം അല്ലേ? അപ്പൊ ഞാൻ പറയാം, രാജസ്ഥാൻ ഈസ്, ഒരു മിനിറ്റ്, രാജസ്ഥാൻ ഈസ് Rajasthan is an option വന്നിട്ട് the largest, larger. ഏതായിരിക്കും ആൻസർ വരിക? രാജസ്ഥാൻ ഈസ് ഡാഷ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. എന്തായിരിക്കും അവിടെ ആൻസർ വരിക? രാജസ്ഥാൻ ഈസ് ഡാഷ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പൊ എന്ത് പറയും? ദ ലാർജർ സ്റ്റേറ്റ് പറയോ, ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് പറയോ, ലാർജസ്റ്റ് എന്ന് പറയോ? ഏതാണ് അവിടെ ആൻസർ? കമന്റ് ചെയ്. പോക്കണം കെട്ടതുകളെ, ഞാൻ ഇപ്പല്ല പറഞ്ഞത് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ ദ ചേർക്കണമെന്ന്. അപ്പത്തെ ലാർജസ്റ്റ് മനസ്സിലായോ? സൂപ്പർലേറ്റീവ് ഡിഗ്രി മുമ്പ് ദ ചേർക്കണം പറഞ്ഞു, അത് ഓർത്ത് വെക്കുക. അതൊരു ടിപ്പാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പില് എന്ത് വേണം? എന്ത് വേണം? ദ ചേർക്കണം, ദ ചേർക്കണം. എവറസ്റ്റ് ഈസ് ദ ഹൈയസ്റ്റ് പീക്ക്. ദ ഹൈയസ്റ്റ് പീക്ക് എന്ത് പറയാ? തെറ്റിക്കരുത്, തെറ്റിക്കരുത്, തെറ്റിക്കരുത്. ജൂപ്പിറ്റർ ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ജൂപ്പിറ്റർ ഈസ് ദ ലാർജസ്റ്റ്. ദ ലാർജർ, ലാർജർ എന്ന് പറയില്ല, ലാർജസ്റ്റ് പറയില്ല. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ എപ്പോഴും എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? ദ വേണം. രണ്ട് വ്യക്തികളെ തമ്മിൽ, രണ്ട് കാര്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ഉപയോഗിക്കുക? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ദെൻ അയ്യേ, നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാത്തത്? ദെൻ അടുത്ത ചോദ്യം, ഹൗ ഓൾഡ് ആർ യു ഈസ് ഡാഷ് സെന്റൻസ്. ഹൗ ഓൾഡ് ആർ യു ഈസ് ഡാഷ് സെന്റൻസ്. ഏതായിരിക്കും? ഹൗ ഓൾഡ് ആർ യു. ആൻസർ ഏതാ? വേഗം പറയൂ. ഏതാണ് അവിടെ വരിക? ഇൻട്രോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്റീവ്, അസേർട്ടീവ്. ഏതാണ് അവിടെ ആൻസർ വരിക? ഹൗ ഓൾഡ് ആർ യു. ഓക്കെ, അവിടെ എല്ലാരും പറഞ്ഞു ഇന്ററോഗേറ്റീവ് ആണ് പറഞ്ഞു അല്ലെ? ഇതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്, ശരിയാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ? ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ എന്താണ്? അവസാനിക്കുമ്പോൾ അല്ലെ? അതെന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് അവസാനിക്കുകയാണെങ്കിൽ അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെ, എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ എന്ത്? അത് എക്സ്ക്ലമേറ്ററി ആണ്. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെങ്കിൽ, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെങ്കിൽ അത് അസേർട്ടീവ് സെന്റൻസ് ആണ്. എന്താണ്? അസേർട്ടീവ് സെന്റൻസ് ആണ്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെങ്കിൽ അതെന്താണ്? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ എന്താണ്? അത് ഇന്ററോഗേറ്റീവ് ആണ്. എക്സ്ക്ലമേഷൻ മാർക്ക് ആണെങ്കിൽ എന്താണ്?
ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞുതരാം. എക്സ്ക്ലമേഷൻ ആണെങ്കിൽ എക്സ്ക്ലമേറ്ററി സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെങ്കിൽ അസർട്ടീവ് ആണ്. വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയാണെങ്കിൽ എന്താണത്? അത് ഇമ്പറേറ്റീവ് ആണ്. ഓക്കെ, അതായത് അസർട്ടീവ് എന്ന് പറഞ്ഞാൽ നോർമൽ സാധാരണയായിട്ട് കാര്യങ്ങൾ പറയില്ലേ, അതിനെയാണ് അസർട്ടീവ് എന്ന് പറയുക. മനസ്സിലായോ? ഇൻട്രോഗേറ്റീവ് പറഞ്ഞാൽ എന്താണ്? ഇൻട്രോഗേറ്റീവ് പറഞ്ഞാൽ അവിടെ ചോദ്യങ്ങൾ ഉണ്ടാവും. എന്താണ് ചോദ്യങ്ങൾ? ഹൗ ഓൾഡ് ആർ യു എന്താണ്? ഇൻട്രോഗേറ്റീവ് ആണ് അല്ലെ. ദെൻ ഐ ആം എ സ്റ്റുഡന്റ് അതെന്താണ്? സാധാരണയായിട്ട് പറയില്ലേ, അതിനെയാണ് അസർട്ടീവ് പറയാ. ഐ ആം എ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഒരു പറയുന്ന കാര്യമാണ്, അതിന് നമ്മൾ അസർട്ടീവ് പറയും. ദെൻ ഇമ്പറേറ്റീവ് എന്താണ്? കൽപ്പനകൾ, അപേക്ഷകൾ. എന്താണ്? ഓപ്പൺ ദ ഡോർ എന്ന് പറയില്ലേ, ഓപ്പൺ ദ ഡോർ, ഷട്ട് യുവർ മൗത്ത് എന്നൊക്കെ പറയില്ലേ, എന്താണ്? ഇതൊക്കെ ഇമ്പറേറ്റീവ് ആണ്. ഇതൊക്കെ കൽപ്പന അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുകയാണ് അല്ലെങ്കിൽ അപേക്ഷിക്കുക, അതിനെയാണ് പറയുക ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ദെൻ എക്സ്ക്ലമേറ്റീവ് എന്താണ്? അതാകുവോ അല്ലെ? വികാരങ്ങളെ അല്ലെ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നൊക്കെ പറയില്ലേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നൊക്കെ പറയില്ലേ, അതെന്താണ്? എക്സ്ക്ലമേറ്റീവ് ആണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇൻട്രോഗേറ്റീവ്, എന്താണ് അസർട്ടീവ്, എന്താണ് ഇമ്പറേറ്റീവ്, എന്താണ് എക്സ്ക്ലമേറ്റീവ്? മനസ്സിലായോ? ഈ 4 കാര്യം മനസ്സിലായോ? സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ അതെന്താണ്? അസർട്ടീവ് ആണ്. അപേക്ഷ അല്ലെങ്കിൽ കൽപ്പനയൊക്കെ ആണെങ്കിൽ അത് ഇമ്പറേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ എന്താണ്? അത് ഇൻട്രോഗേറ്റീവ് ആണ്. എക്സ്ക്ലമേറ്ററി എന്താണ്? വികാരങ്ങളെ അല്ലെങ്കിൽ അതാകുമോ ഇതാകുമോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് എക്സ്ക്ലമേറ്ററി എന്ന് പറയുന്നത്. ഇപ്പൊ ടെക്നിക്ക് മനസ്സിലായോ? ഞാൻ പറയണ ക്ലാസ് ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ എത്തി. 3ാമത്തെ മാർക്കാണ് നിങ്ങൾക്ക് PSCക്ക്. ഈ 3 ചോദ്യം ഇമ്പോർട്ടൻ്റ്. ഞാൻ അന്ന് ആകെ മൊത്തം ഞാൻ ഒരു 15 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 എടുക്കുള്ളൂ. ഞാൻ 100 ക്വസ്റ്റ്യനും കൊണ്ട് വന്നിട്ടുണ്ട്. 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, മനസ്സിലാകുണ്ടോ? അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇംഗ്ലീഷ് നിർത്തിയിട്ട് GKയിലേക്ക് പോവാ തോന്നുന്നു അല്ലെ. മനസ്സിലായി കഴിഞ്ഞാൽ 60 പേരുണ്ട്. ഒരു ലൈക്ക് ഒക്കെ എനിക്ക് തന്നേ. എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത? ആകെ 9 ലൈക്കേ. ടീച്ചറെ അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ പ്രസീനെ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല, ഒരു സ്നേഹത്തോടെയൊക്കെ പറഞ്ഞ എന്താണ്? ഞാൻ ഇമ്മാതിരി 8 മണിക്ക് വന്ന് ഇങ്ങനെ തൊള്ളയിടുന്നില്ലേ? നിങ്ങളൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വോയിസ് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇംഗ്ലീഷ് ആണ്, പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ. അടുത്ത ചോദ്യം. ലൈക്കും കമന്റ് എന്ന എനിക്കൊരു സന്തോഷം ഉണ്ടാവും. യു ഹാഡ് ബെറ്റർ ഡാഷ് ടേക്കിംഗ് ഡ്രഗ്സ്. യു ഹാഡ് ബെറ്റർ ഡാഷ് ടേക്കിംഗ് ഡ്രഗ്സ്. എന്താ ആൻസർ വരിക? സ്റ്റോപ്പ്, സ്റ്റോപ്സ്, ടു സ്റ്റോപ്പ്, സ്റ്റോപ്പിംഗ്. കണ്ട 58-60 പേരുണ്ടായിട്ട് എനിക്കൊരു ലൈക്ക് തരാൻ എന്താ വിഷമം അവർക്ക്. ആയിക്കോട്ടെ, ഏതാ ആൻസർ വരിക? ഇതിന് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് യു ഹാഡ് ബെറ്റർ ഡാഷ് ടേക്കിംഗ് ഡ്രഗ്സ്. ഡി പറയും, സ്റ്റോപ്പിംഗ് പറയും. നമ്മൾ വായിക്കും അല്ലെ, ഇതിപ്പോ സ്റ്റോപ്പിംഗ് അതാണ് ഒരു ചന്തം കൊടുക്കാൻ. സ്റ്റോപ്സ് അതൊന്നും ആരും കൊടുക്കില്ല. ടു സ്റ്റോപ്പ് അത് നന്നായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുവോ? ആൻസർ ഏതാ വരെ മക്കളെ? കുറെ പേര് ബി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. അതന്നെയാണ് നമ്മളുടെ ആൻസർ. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. എല്ലാവരും തെറ്റിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി, യു ഹാഡ് ബെറ്റർ ടു സ്റ്റോപ്പ് വരില്ല, സ്റ്റോപ്പ് ടേക്കിംഗ് ഡ്രഗ്സ് ആണ് വരുന്നത്. സി ഒക്കെ തെറ്റാണ്. അതായത് ഹാഡ് ബെറ്ററിന് ശേഷം, ഹാഡ് ബെറ്ററിന് ശേഷം എഴുതി വെച്ചോ, ഏത് ഹാഡ് ബെറ്ററിന് ശേഷം ഒരിക്കലും ടു ഉപയോഗിക്കരുത്. ഹാഡ് ബെറ്ററിന് ശേഷം ടു അവിടെ ഉപയോഗിക്കരുത്. അതായത് ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ബേസ് ഫോം V1 ഫോം ഇതിൽ ഏതാണ്? V1 ഫോം ഏതാണ്? സ്റ്റോപ്പ്, സ്റ്റോപ്പ്. അതായത് ഒരാൾക്കൊരു ശക്തമായ ഉപദേശം അല്ലെ, അഡ്വൈസ് നൽകാനോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകാനോ ആണ് ഇത് യൂസ് ചെയ്യുക. ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ആദ്യം
ക്രിയയുടെ ആദ്യ രൂപമായ B1 ബേസ് ആണ് ഉപയോഗിക്കുക. ടു ing ed ഇത് മൂന്നും അവിടെ എന്ത് ചേർക്കാൻ പാടില്ല? ഏതൊക്കെയാണ്? ടു ചേർക്കാൻ പാടില്ല, ing ചേർക്കാൻ പാടില്ല, ഇത് മൂന്നും ചേർക്കരുത്. മനസ്സിലായോ? വെർബിന്റെ ബേസ് ഫോം ആണ്. ഹാഡ് ബട്ടൺ ശേഷം ടു ചേർക്കാൻ പാടില്ല. ടു ing ed ഇതൊന്നും അവിടെ ചേർക്കാൻ പാടില്ല. നമ്മൾ പറയും ഒരു അഡ്വൈസ് അല്ലെ, അല്ലെങ്കിൽ ഒരു വാണിംഗ് ഒക്കെ നൽകില്ലേ, അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹാഡ് ബട്ടർ കഴിഞ്ഞാൽ B1 ആദ്യ രൂപം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം, 4ാം ചോദ്യം. ഹി ലീവ്സ് ഇൻ ഡാഷ് പഞ്ചാബ്. നമ്മളത് അപ്പോഴേ പറഞ്ഞ പോലെയാണ്, ഇതൊരു ആർട്ടിക്കിൾ ആണ് അല്ലെ. ഹി ലീവ്സ് ഇൻ ഡാഷ് പഞ്ചാബ്. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? വേഗം കമന്റ്. ഹി ലീവ്സ് ഇൻ ഡാഷ് പഞ്ചാബ്. ഐയും ആനും ഇതൊക്കെയാണ് ആർട്ടിക്കിൾസ് അറിയാം. ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയോ നമ്മൾ വായിച്ചാൽ ഓർമ്മയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്. ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു 10 ഇംഗ്ലീഷ് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് അവിടെ തറവാകും കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ അവിടെ ആൻസർ ചെയ്തിരിക്കും. നമുക്ക് നോക്കാം. അതായത് എല്ലാരും ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്, സി എന്ന് പറയുന്നുണ്ട്, ഡി എന്ന് പറയുന്നുണ്ട്. നോക്കാം ഏതാ അവിടെ ആൻസർ വരിക. ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, ദ ആണ് വരിക. കുറെ പേര് ഡി എന്ന് പറഞ്ഞു, തെറ്റാണ്. സ്ഥലപ്പേരുകൾക്ക് മുമ്പ് ഒരിക്കലും എന്താണ്? ഒരിക്കലും ദ ഉപയോഗിക്കാൻ പാടില്ല. സ്ഥലപ്പേരുകൾക്ക് മുമ്പ് ഒരിക്കലും എന്തുപയോഗിക്കാൻ പാടില്ല? ദ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ പറയും പിന്നെ എന്തിനാണ് മിസ് ഇവിടെ ദ ഉപയോഗിച്ച്? പഞ്ചാബ് സ്ഥലത്തിന്റെ പേരല്ലേ അല്ലേ? പക്ഷേ ഒരു സംസ്ഥാനത്തിന് മുമ്പിൽ ദ അവിടെ ഉപയോഗിക്കും. പഞ്ചാബ് പറഞ്ഞ എന്താണ്? 5 നദികളുടെ നാട് അല്ലെ പഞ്ചാബ്. അപ്പൊ എന്താണ്? സ്ഥലപ്പേരുകൾക്ക് മുമ്പ് ഒരിക്കലും നമ്മൾ അവിടെ ദ ഉപയോഗിക്കില്ല. പക്ഷെ പഞ്ചാബ് എന്താണ്? അവിടെ ഉപയോഗിക്കും. ദ എന്ന സംസ്ഥാനത്തിന് മുമ്പിൽ ദ അവിടെ ഉപയോഗിക്കും. മനസ്സിലായോ? തെറ്റുണ്ടോ? മനസ്സിലായോ? വാക്കിന്റെ തുടക്കമൊക്കെ നമ്മൾ പറയും അല്ലെ. അംബർലക്കൊക്കെ എന്താ ഉപയോഗിക്കുക? അംബർലക്ക ആണെങ്കിൽ ആൻ അംബർല എന്ന് ഉപയോഗിക്കും. ആൻ അംബർല ആന്റെ വെച്ച കാര്യമാണ് കേട്ടോ. ആൻ അങ്കിൾ ഇതൊക്കെയല്ലേ ഉപയോഗിക്കുക. ആൻ അങ്കിൾ ജസ്റ്റ് പറഞ്ഞാണ്. പലർക്കും ഒരു തെറ്റെന്ന് പറയുന്ന ഒന്നാണ് ഈ യു വച്ച് തുടങ്ങുന്ന വാക്കുകൾ. യു വച്ച് തുടക്കുന്ന വാക്കുകൾ, വാക്കിന്റെ അല്ലെ തുടക്കം എന്താണ്? യു വച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് പലർക്ക് വാക്കിനൊടുക്കം എന്നാക്കി കണ്ണടച്ച് നമുക്ക് എന്ത് ചെയ്യാം? യു വച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് നമ്മൾ കണ്ണും പൂട്ടി അവിടെ എ ആണ് വരിക കേട്ടോ. യു വച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് കണ്ണും പൂട്ടി നമ്മൾ എന്ത് ചെയ്യും? അവിടെ എ ഇടാം. എ യൂണിവേഴ്സിറ്റി, എ യൂണിഫോം, എ യൂണിയൻ. മനസ്സിലായോ? അപ്പൊ യു വച്ച് തുടങ്ങുന്ന വാക്കുകൾക്ക് നമുക്ക് എപ്പോഴും അവിടെ എന്ത് ഉപയോഗിക്കാം? എ ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ എച്ച് ഇവിടെ സൈലന്റ് ആയിട്ട് വരുന്ന വാക്കുകളില്ലേ, എച്ച് അവിടെയാണ് ആൻ ഉപയോഗിക്കുക. ആൻ ഓണസ്റ്റ് മാൻ. എച്ച് ഇവിടെ സൈലന്റ് ആണല്ലേ. ആൻ അവർ. മനസ്സിലായോ? ആൻ അവർ, ആൻ ഓണസ്റ്റ് മാൻ. അവിടെ എന്താണ്? എച്ച് ഒക്കെ എന്താണ്? സൈലന്റ് ആണ്. അവിടെയാണ് നമ്മൾ ആൻ ഉപയോഗിക്കുന്നത്. പേരിന് മുമ്പിൽ ഒരു കാരണവശാലും ദ ചേർക്കരുത്. ദ രാഹുൽ ചേർക്കില്ല, വെറും രാഹുൽ എന്നേ ചേർക്കുള്ളൂ. ദ ദിവ്യ ചേർക്കില്ല, വെറും ദിവ്യ എന്നേ ചേർക്കുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ?
MLA, MP, NCC, അങ്ങനെ MBA എന്നൊക്കെ പറയുകയാണെങ്കിൽ ആൻ എന്ന് അവിടെ യൂസ് ചെയ്യണം കേട്ടോ. വവ്വൽ സൗണ്ട് അറിയോ? സ്വരാക്ഷരം, സ്വരശബ്ദങ്ങളൊക്കെ അറിയില്ലേ? അത് ആൻ ആപ്പിൾ, ആൻ അംബർല, അല്ലെ? ആൻ എഗ്, ഇതൊക്കെ എന്താണ്? വവ്വൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയൊക്കെ അവിടെ ആൻ ചേർക്കണം. അവർ, ഓണസ്റ്റ്, ഓണർ, അവിടെയൊക്കെ ആൻ ആണ് ഉപയോഗിക്കുക. എ ബാഗ്, എ പെൻ, അതൊക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ? വ്യഞ്ജന ശബ്ദം, അവിടെയൊക്കെ എന്താണ്? എ ഉപയോഗിക്കണം. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ നിങ്ങക്ക് ഒരുപാട് വൈഡാക്കാൻ ഞാൻ കാര്യം പറഞ്ഞു തന്നില്ലേ? മനസ്സിലായില്ല? അപ്പൊ പേരുടെ മുമ്പില് അവിടെ ദ ഒരിക്കലും ചേർക്കരുത്. പക്ഷെ സ്ഥലത്തിന്റെ പേരിന് മുമ്പ് നമ്മൾ ദ ഉപയോഗിക്കില്ല. പക്ഷെ സംസ്ഥാനത്തിന് മുമ്പിൽ ദ ഉപയോഗിക്കണം. വാക്കിന്റെ തുടക്കം ആ, അല്ലെ? ഇങ്ങനെ വരില്ലേ? ആ, അല്ലെ? എന്നാണെങ്കിൽ അവിടെ എന്ത്? ആൻ ഇടണം. ആൻ അംബർല, അങ്കിൾ, അംബർല, അതൊക്കെ എന്താണ്? ആണ്, അല്ലെ? അതുകൊണ്ടാണ് അവിടെ ആൻ ഉപയോഗിച്ചത്. യു ആണെങ്കിൽ എ യൂണിവേഴ്സിറ്റി, യു, അല്ലെ? യു, എ യൂണിവേഴ്സിറ്റി, എ യൂണിഫോം എന്ന് പറയും. എച്ച് സൈലന്റ് ആണെങ്കിൽ ആൻ ആണ് അവിടെ ഉപയോഗിക്കുക. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അവിടെ ദ വന്നതെന്ന്?